അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ബൈ. കയറി വരുമ്പോൾ തന്നെ ഒരു 2 ചെയറൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഇത് സത്യം ആദ്യത്തെ ഞങ്ങളുടെ പഴയൊരു വീട് എടുത്തിട്ട് നമ്മൾ റിനോവേഷൻ ചെയ്തതാണ്. ഒരൊറ്റ ഹോള ഉണ്ടായിരുന്നത് ഈ ഒരു ഭാഗത്ത്. ഒരു ഡൈനിങ് ഏരിയയ്ക്ക് ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ഏരിയ ഇതിലുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങളുടെ ടീമിൻ്റെ ഒരു സജഷൻ ആയിരുന്നു ഇതുപോലെ ഒരു പാർട്ടീഷൻ വെച്ച് ഇവിടെ എന്താ പറയുക സിറ്റ് ഏരിയയും അതുപോലെ ഇവിടെ ഡൈനിങ് ഏരിയ ആക്കിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ആക്കി. ഡൈനിങ് ഏരിയ നിലവിൽ വന്നിട്ടില്ല. ഇപ്പോൾ ഈ കൺജസ്റ്റഡ് ആവണ്ട ഈ ഏരിയ എന്ന് വിചാരിച്ചിട്ട് ഡൈനിങ് ഏരിയ വന്നിട്ടില്ല. താഴെ നമുക്കൊരു റൂം വരുന്നുണ്ട് കേട്ടോ. കൂടുതലും നമുക്കിവിടെ എന്താ പറയുക സ്പേസ്, ഞങ്ങൾക്ക് കുറേ സ്റ്റോറേജ് സ്പേസസ് ആവശ്യമാണ്. അതുകൊണ്ട് ഈ സ്റ്റെയർ കേസ് ഞങ്ങൾ അത് റിമൂവ് ചെയ്യണമെന്ന് വിചാരിച്ചു. ഇതേനെ ആക്കിയാലോ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു കാര്യം അവർ പറഞ്ഞു സ്റ്റോറേജ് നമുക്ക് എപ്പോഴും ആവശ്യമായതുകൊണ്ട് ഇവിടെ ഇങ്ങനെ സ്റ്റോറേജ് ആക്കി. താഴെ ഒരു റൂമാണ് നമുക്ക് വരുന്നത്. ഒരു റൂമിനുള്ള സംവിധാനം ഉണ്ടായിരുന്നു. ഒരു റൂം ഗസ്റ്റ് റൂമായിട്ട് ഞങ്ങളതിനെ എടുത്തിരിക്കുകയാണ്. മെയിൻ കിച്ചൺ. അയ്യോ, ഇത് നമ്മുടെ മെയിൻ കിച്ചൺ. ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചായിരുന്നു ഈ കിച്ചൺ ഒന്ന് എന്താ പറയുക നല്ല റിച്ചായി കാണണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞങ്ങളുടെ ആഗ്രഹം ശരിക്കും ഞങ്ങളുടെ ഫൈസൽ ഭായ് സാധിച്ചു തന്നു. എങ്ങനെയുണ്ട് നിങ്ങൾ പറയാം, എങ്ങനെയുണ്ട് ഞങ്ങളുടെ കിച്ചൺ? അടിപൊളിയല്ലേ? കളറൊക്കെ ഇഷ്ടപ്പെട്ടോ? അതുപോലെ ഒരു കുഞ്ഞൊരു വർക്ക് ഏരിയ ഉണ്ട്. ബയോ കുഞ്ഞൊരു വർക്ക് ഏരിയ നമ്മളിവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് താഴത്തെ. അതുപോലെ തന്നെ ലോണ്ടറി ഏരിയ. എങ്ങനെ ഞാൻ സെറ്റ് ചെയ്ത കളർ പാറ്റേൺ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ചൂസ് ചെയ്യാനുള്ള കാരണം നമ്മൾ വീഡിയോസ് എടുക്കുന്നത് എപ്പോഴും നമ്മുടെ ഫേസ് ക്ലാരിറ്റി ബ്രൈറ്റനിങ് വേണമല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഡാർക്ക് ഒന്നും വേണ്ട, എല്ലാം ലൈറ്റ് ആയിരിക്കണം. നമ്മുടെ വീഡിയോസ് ഭയങ്കര ബ്രൈറ്റ് ആയിരിക്കണം. അങ്ങനെയല്ല നിങ്ങൾക്ക് കാണുന്ന ആഗ്രഹം ആ ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലൈറ്റ് ഷെയ്ഡ് എടുത്തത്. ഇതൊക്കെ ഒരു ആഗ്രഹം കൊണ്ട് എടുത്തത് കേട്ടോ. ഇല്ല ഇല്ല ഇല്ല, നമ്മുടെ വീഡിയോസിന് വേണ്ടിയിട്ട് മെയിൻ നമ്മുടെ ഈ വീട് മൊത്തം ഇതിൻ്റെ ലൈറ്റും എല്ലാം പ്ലാൻ ഒന്നേ ഉള്ളൂ. ഔട്ട് വരുന്ന വീഡിയോസ്, നമ്മളിൽ നിന്ന് എടുത്ത് വരുന്ന വീഡിയോസ് അടിപൊളിയാവണം. ഇനി ഇവിടുന്ന് ഞങ്ങൾ ഇനി ഇടാൻ പോണ എല്ലാ വീഡിയോസും ഈ വീട്ടിൽ വെച്ചിട്ടായിരിക്കും. തറവാട്ടൊന്നും ഉണ്ടാവും, കൂടുതലും ഈ വീട്ടിൽ വെച്ചിട്ടായിരിക്കും. ബൈ. തീർച്ചയായും എവിടെ വെച്ചാലും കിട്ടില്ലേ, അതാണ് വേണ്ടത്. താഴെ അടിപൊളി ഒരു റൂം. മാസ്റ്റർ ബെഡ്റൂം അല്ല, ഇത് നമുക്ക് ഗസ്റ്റുകൾക്ക് വേണ്ടിയിട്ട്, റിലേറ്റീവ്സും ഗസ്റ്റുകൾക്ക് എല്ലാവർക്കും നിൽക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചാണ്. കബോർഡ്, ഡ്രസ്സിങ് ഏരിയ, വാഷ്റൂം. ഇനി മുകളിലേക്ക് പോയാലോ? അതെ, സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനൊരു സംഭവം ചെയ്തിട്ടുള്ളത് നമുക്ക് വിഷുവിന് കണി വയ്ക്കാനും അതുപോലെ തന്നെ പുസ്തകം പൂജ വയ്ക്കാനൊക്കെ ഉള്ള ആവശ്യങ്ങൾ വരില്ലേ. എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സംഭവം സെറ്റ് ചെയ്ത് വെച്ചത്. എന്നാൽ നമുക്ക് മുകളിലേക്ക് പോയാലോ? ഇതിൻ്റെ സ്റ്റയറിൻ്റെ ഹാൻഡിൽ പഴയ വീടിൻ്റെ കാലത്തിൻ്റെ അതാണ് ഇങ്ങനെ സ്റ്റയർ ഹാൻഡിൽ സെറ്റ് ചെയ്ത ഈ ലൈറ്റ് ഇഷ്ടമായോ? ഫസ്റ്റ് ഈ വീടിൻ്റെ പിക്ചറുകൾ വീഡിയോയിൽ ഇതിലുണ്ട്. പിക്ചർ കണ്ടാലും അതിൻ്റെ ആ ഒരു വീഡിയോസ് ഒക്കെ കണ്ടറിയാൻ പറ്റും ഇതിൻ്റെ എത്രത്തോളം ചേഞ്ചസ് വന്നിട്ടുണ്ട് ഈ വീടിൻ്റെ. ഫുൾ ക്രെഡിറ്റ് ഇവിടെ ആയിട്ടുള്ള ടീമിനാണ്. അവരിങ്ങനെ ഓരോ ഭാഗത്തും കൂടുതൽ അറിയാത്ത കുറേ ഐഡിയാസ് ഇതുപോലെ ഈ ഒരു സംഭവം സെറ്റ് ചെയ്ത് അവരുടെ ഐഡിയ വീടിൻ്റെ ഒരു എന്താ പറയുക കുറിച്ചാലും മാറിയിരുന്നു. ഞാൻ പറഞ്ഞാൽ കുടുംബങ്ങളോടുണ്ടായിരിക്കും. 2 റൂമുള്ളത് അവരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് പതിയെ മാസ്റ്റർ ബെഡ്റൂം കയ്യേറിക്കൊണ്ട്
ഫോട്ടോ ആണ് എടുക്കണ്ടേ? ഫോട്ടോ എടുത്തായിരുന്നു. ഓക്കെ, റെഡി റെഡി. ഓക്കെ, ഇങ്ങനെ എടുക്കാം. അങ്ങനെ കിട്ടിയില്ല. ഒരുപാട് വീഡിയോസുകൾ കൂടുതലും വരാൻ പോകുന്ന ഏരിയ ഞങ്ങളുടെ സ്റ്റുഡിയോ വർക്കുകളൊക്കെ ഉടനെ തുടങ്ങും. സ്റ്റുഡിയോ ആയിട്ട് തന്നെ മാറ്റാനുള്ള പരിപാടിയാണോ? സ്റ്റുഡിയോ ആയിട്ട് ആവശ്യം ഈ ബാക്ക്ഗ്രൗണ്ടാണ്, വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്. അതൊക്കെ തൽക്കാലം ഭംഗിക്ക് വെച്ചുള്ളതാണ്. അതിനൊരു കുഞ്ഞൊരു ഏരിയ സെറ്റ് ചെയ്തതാണ് ഇങ്ങനെ. അതുകൊണ്ട് താഴെയും അവിടെ ശരിക്കും സെറ്റ് ആയി കഴിഞ്ഞിട്ടില്ല കേട്ടോ. അതും വീഡിയോസിൽ വരും. ഇതാണ് ഞങ്ങളുടെ കുഞ്ഞു ലോകം.